Ark Malayalamത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചെറുപ്പക്കാരുടെയൊക്കെ വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് നന്നായിട്ട് താടി വളർന്നു നിൽക്കുക എന്നുള്ളത്. എന്നാൽ 20 വയസ്സ് കഴിഞ്ഞാൽ പോലും പലർക്കും താടി നന്നായിട്ട് വളർന്നു വരികയില്ല. കുറച്ച് അവിടെ ഇവിടെയും നിൽക്കുന്നത് ഒഴിച്ചാൽ വലുതായിട്ട് വളർന്ന് നന്നായിട്ട് നിൽക്കുകയില്ല. ഇതിന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹോർമോണിന്റെ കുറവ്, പല ഹോർമോണുകളുടെ കുറവ് മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പറയാൻ പോകുന്നത് ഇതിന് പകരം, അതായത് ഈ ഹോർമോണിന്റെ കുറവിനെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, മിനോക്സിഡിൽ ആണത്. നിങ്ങൾ എല്ലാവരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ പലർക്കും ഇത് എന്താണ്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ, ഇതൊന്നും പലർക്കും അറിയില്ല. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിക്കാനുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ കൂടി എനിക്ക് മിനോക്സിഡിലിനെ കുറിച്ച് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇനി എന്തെങ്കിലും കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കൂടി നിങ്ങൾ എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും കൂടെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യും. ആദ്യമായിട്ടുള്ള നിങ്ങളുടെ സംശയം, ഈ മിനോക്സിഡിൽ യൂസ് ചെയ്താൽ താടി വളരുമോ ഇല്ലയോ എന്നുള്ളത്. തീർച്ചയായും വളരും. കാര്യം ഞാൻ ഏതാണ്ട് ഒരു 2 മാസത്തോളം യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ്. പക്ഷേ ഞാനിപ്പോൾ ഫുൾ ഷേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാര്യം എൻ്റെ പ്രൊഫഷണൽ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്. ഇത് വളർത്തി വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് എപ്പോഴും ഫുൾ ഷേവ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. ഈ മിനോക്സിഡിൽ ഇന്ന് മാർക്കറ്റിൽ 3 തരത്തിൽ അവൈലബിൾ ആണ്. 2%, 5% ആൻഡ് 10%. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് മെൻസ് യൂസ് ചെയ്യേണ്ടത് 5% ആണ്. 2% ഗേൾസ് അവരുടെ ഹെയർ ഫാളിന് വേണ്ടി യൂസ് ചെയ്യുന്നു. 5% ആണ് ബോയ്സ് അവരുടെ ബിയേഡിനും അതുപോലെ തന്നെ അവരുടെ മുടിക്കുമൊക്കെ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഈ 5% ആണ്. 10% ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആണ്. ഒരു കാരണവശാലും അത് യൂസ് ചെയ്ത് എനിക്ക് ഫലം കിട്ടിയത് ഈ 5% യൂസ് ചെയ്തുകൊണ്ടാണ്. ഇതിൻ്റെ നമ്മൾ ഈ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ആ സൊല്യൂഷൻ കിട്ടും. അതിനോടൊപ്പം ഒരു സ്പ്രേ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പ്രേയുടെ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് കിട്ടും. അതുപോലെ തന്നെ അതിനോടൊപ്പം ഒരു ഡ്രോപ്പർ കിട്ടും. പിന്നെ ഉള്ളത് ഒരു യൂസർ മാനുവലാണ്. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം ഒരു 650 മുതൽ 750 രൂപ വരെയാണ്. ഇനി ഇത് എങ്ങനെയാണ്, എത്ര ml ഒരു ദിവസം യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം 2 നേരം ഇത് യൂസ് ചെയ്യാം. രാവിലെയും വൈകിട്ടുമായിട്ട് 2 നേരം യൂസ് ചെയ്യാം. അപ്പോൾ രാവിലെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഒരു 1 ml ആണ്. അതുപോലെ തന്നെ വൈകിട്ടും ഒരു 1 ml. 2 ml കൂടുതൽ ഒരു ദിവസം ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്. സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്നാണ് ഇവർ തന്നെ പറയുന്നത്. ഈ സൊല്യൂഷൻ്റെ യൂസർ മാനുവലിൽ തന്നെ ഉള്ളതാണ്. 1 ml ഒരു നേരം 1 ml കൂടുതൽ യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ 2 വട്ടം മാത്രമേ ഒരു ദിവസം യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം 4 മണിക്കൂർ നമ്മൾ വെള്ളം അല്ലെങ്കിൽ വാട്ടർ അപ്ലൈ ചെയ്യരുത് മുഖത്ത്. അതുപോലെ തന്നെ ഈവനിങ്ങിലും ഇതിനിടയ്ക്ക് 9 മണിക്കൂർ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. രാവിലെയും വൈകിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നതിനിടയ്ക്ക്. അപ്പോൾ വൈകിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ 4 മണിക്കൂർ നമ്മൾ വെള്ളം അപ്ലൈ ചെയ്യരുത്. അതുപോലെ തന്നെ കറക്റ്റ് ആവശ്യമുള്ളിടത്ത് മാത്രം ഇത് ജസ്റ്റ് തേച്ച് പിടിപ്പിക്കും. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്പ്രേ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ല നമ്മൾ ഡ്രോപ്പർ യൂസ് ചെയ്ത് ഇത് ഉപയോഗിക്കുന്നതാണ്. കാര്യം നമുക്കപ്പോൾ കറക്റ്റായിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കണം നമ്മുടെ സ്കിന്നിലേക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു നീറ്റലോ അല്ലെങ്കിൽ ചെറിയൊരു ഡ്രൈനെസ് ഒക്കെ ഫീൽ ചെയ്യും. പക്ഷേ അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല. എനിക്കും അതുപോലെയൊക്കെ ഫീൽ ചെയ്തതാണ്. പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഹാൻഡ് നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം ഇത് ഒരു കാരണവശാലും അകത്തേക്ക് പോകരുത്. നമ്മുടെ ശരീരത്തിനകത്തേക്ക് പോയാൽ ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാകുമെന്ന് അവർ തന്നെ യൂസർ മാനുവലിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആൽക്കഹോളൊക്കെ അടങ്ങിയ ഒരു സൊല്യൂഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് വളരെ ശ്രദ്ധിച്ചു വേണം. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ, മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം ഒരു കാരണവശാലും ഈ 2 ml കൂടുതൽ യൂസ് ചെയ്യരുത്. നമ്മൾ ചിലപ്പോൾ ഇന്ന് യൂസ് ചെയ്തിട്ട് നാളെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതി നാളെ ഒരു 4 ml എടുത്ത് വെച്ച് യൂസ് ചെയ്യരുത്. അത് ഭയങ്കര ഒരു മിസ്റ്റേക്കാണ്. കാര്യം ഇതിൻ്റെ സൈഡ് എഫക്റ്റ് ഉള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു 2 ml കൂടുതൽ ഒരു കാരണവശാലും ഇതൊരു ദിവസം യൂസ് ചെയ്യരുത്. ഇത് ഇവർ പറയുന്നത് ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബലം ഉണ്ടാവുമെന്നാണ്. എങ്കിലും എനിക്ക് ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ബലം കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് സ്ഥിരമായിട്ട് ക്ഷമയോടുകൂടി യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് താടി വളരും എന്ന് 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലർക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് വരും. എന്നാൽ ചിലർക്ക് ചിലപ്പോൾ 1 മാസമോ 2 മാസമോ പിടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമയോടുകൂടി ഇത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മോക്കുരു ഉണ്ടെന്ന് പറഞ്ഞ് ഇതിനൊരു പ്രശ്നമില്ല. മോക്കുരു ഉണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ആവശ്യമുള്ളിടത്ത് മാത്രം ഈ ഒരു സാധനം, ഈ ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയും, ഇവിടെ അപ്ലൈ ചെയ്താൽ ഒരു പക്ഷേ ഇവിടെയും ഈ താടി രോമങ്ങൾ കിളിർത്ത് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ഈ കാണുന്നതാണ് മിനോക്സിഡിൽ 5%. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ആ സ്പ്രേ ചെയ്യുന്ന സാധനം യൂസ് ചെയ്തിട്ടുണ്ട്, എവിടെയും മിസ്സായിപ്പോയി. അപ്പോൾ നിങ്ങൾ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ബലം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതുപോലെ ഇതിൽ തന്നെ മാർക്കിംഗ് ഉണ്ട്. 0.5, 1 ml ഇങ്ങനെ മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു നേരം ഉപയോഗിക്കേണ്ടത് 1 ml ആണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് ഇതുപോലെ 1 ml എടുക്കാനായിട്ട് ശ്രമിക്കുക.
ഈ 1 ml എടുത്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിന്റെ 0.5% നമ്മൾ ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നമുക്ക് സ്കിൻ ഡ്രൈ ആകുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മസാജ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ 0.5% ആണ്, 0.5 ml ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. അതുപോലെ ഈ ബാക്കിയുള്ള 0.5 ml നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ കൈ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. വേണ്ട സ്ഥലത്തെല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ഈ മൂക്കിൻ്റെ താഴെ മീശയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മൂക്കിനകത്തേക്ക് എന്തോ ഇങ്ങനെ ഡ്രൈ ആയിട്ട് കയറി പോകുന്നതൊക്കെ തോന്നും. അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ അതിനകത്ത് വരുന്നതാണ്. അതൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് കുറിച്ചുണ്ട്, അത് നമുക്ക് പറയാം. അത് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ 0.5 ml ഇവിടെയും 0.5 ml അടുത്ത സൈഡിലുമായിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് 9 hourന് ശേഷം വൈകിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 മണിക്കൂറത്തേക്ക് നമ്മൾ വെള്ളം തൊടാൻ പാടില്ല. ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൈ നന്നായിട്ട് കഴുകുക. കാര്യം ഞാൻ വീണ്ടും പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൽക്കഹോളൊക്കെ അടങ്ങിയ ഒരു സൊല്യൂഷനാണ്. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ കൈ വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിന് കാര്യം നമ്മൾ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അകത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് യൂസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന 4 സൈഡ് എഫക്റ്റുകളാണ്. അതായത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ തലകറക്കം ഉണ്ടാകും, തലവേദന ഉണ്ടാകാം, അതുപോലെ തന്നെ ചിലർക്ക് ഇതുപോലെ ഭയങ്കരമായിട്ട് സ്കിൻ ഡ്രൈ ആകാറുണ്ട്, അതുപോലെ തന്നെ ചെസ്റ്റ് പെയിൻ ഉണ്ടാകും. അത് നമ്മൾ ആദ്യം യൂസ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രം ഒരു ml പോലെ 0.5 ml ഒക്കെ നമ്മൾ 2 വർഷത്തേക്കും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കുക. ഈ തലവേദന തലകറക്കൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അത് കുഴപ്പമില്ല, നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ശരിയാവും. നിങ്ങൾക്ക് ചെസ്റ്റ് പെയിൻ അനുഭവപ്പെടുകയാണെങ്കിൽ ഇത് പിന്നെ യൂസ് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫോളിക്കിൾസിനെയൊക്കെ ഇത് നിവർത്തും. ഈ ചുരുങ്ങി കിടക്കുന്ന ഫോളിക്സിനെ നിവർത്തുകയും ഈ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും, ബ്ലഡിൻ്റെ ഫ്ലോയെ ഇൻക്രീസ് ചെയ്തുമാണ് ഇത് അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിലേക്കുള്ള പമ്പിങ് കൂടുന്നതുകൊണ്ടാണ് ഈ നെഞ്ചുവേദന വരുന്നത്. അപ്പോൾ അങ്ങനെ പ്രശ്നമുള്ളവർ ഇത് യൂസ് ചെയ്യാതിരിക്കുക. നെഞ്ചുവേദന വന്നാൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഹൈ BP ഉള്ളവർ ഒരു കാരണവശാലും ഇത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളും ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ്. നിങ്ങൾ താടി വളർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടമെങ്കിലും ഈ ഒരു സൊല്യൂഷൻ മിനോക്സിഡിൽ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും, ഉറപ്പാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെച്ചത് മിനോക്സിഡിലിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ ബാക്കി ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയാമെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ